നമസ്കാരം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചില്ല എന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്ന നിലപാടാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതിഷേധം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യുഎസിനെ പേരെടുത്ത് പറയാൻ പോലും തയ്യാറായില്ല എന്നതും പ്രതികരണം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉണ്ടായത് എന്നതും വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത്. ഇന്ത്യയെ വാണിജ്യ കാര്യങ്ങളുടെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്ന ട്രംപിനോട് വിധേയത്വ ഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻ കടുത്ത ഭാഷയിലാണ് പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെ അദ്ദേഹം വിമർശിക്കുന്നത്. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ വെനസ്വേലയ്ക്ക് സംഭവിച്ചത് നാളെ ഇന്ത്യക്കും സംഭവിക്കുമോ? തങ്ങളുടെ താല്പര്യങ്ങളെ പിന്തുടരാത്തവരെ തട്ടിക്കൊണ്ടുപോകുന്ന നിലപാട് യുഎസ് ആവർത്തിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഒരു ചോദ്യവും പൃഥ്വിരാജ് ചൗഹാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടയാനായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി തീരുവ 50% വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നടപടി ഫലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തടയുന്നതിന് തുല്യമാണെന്ന വസ്തുതയും ചവാൻ എടുത്തു കാട്ടുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്ന വാണിജ്യം നേരിട്ട് തടയാൻ സാധിക്കാത്തതിനാൽ വളഞ്ഞ വഴിയിലൂടെ കച്ചവടം നടത്തുന്ന സൂത്രപ്പണിയാണ് ട്രംപ് നടത്തുന്നത്. നാളെ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി വിപണി ബന്ധം സ്ഥാപിച്ചാൽ അതിന് തിരിച്ചടിയായി നമ്മുടെ പ്രധാനമന്ത്രിയെ ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്നൊരു ചോദ്യമാണ് ചവാൻ ഉന്നയിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കരമെന്നോ തമാശയെന്നോ ഒക്കെയായി തോന്നാമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ താൻ പോരിമയെ എന്തും കാട്ടാനുള്ള വകതിരിവില്ലായ്മയുമാണ് തന്റെ ചോദ്യത്തിലൂടെ ചവാൻ വ്യക്തമാക്കാനായി ശ്രമിച്ചിട്ടുള്ളത്. ചവാന്റെ പ്രതികരണം സ്വാഭാവികമായും വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ബി.ജെ.പി. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. പതിവ് പോലെ വസ്തുതകളെ ഉയർത്തിക്കാട്ടിയാൽ അവരെല്ലാം ദേശവിരുദ്ധർ എന്ന കാര്യം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പരിധി ലംഘിക്കുന്നു എന്നായിരുന്നു ബി.ജെ.പി. വക്താവിന്റെ പ്രതികരണവും. എന്ത് സംഭവിക്കാം, അതൊക്കെ ഒഴിവാക്കുന്നതിനും ലോകക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചതെന്നും ചവാൻ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ എടുത്തുചാട്ടങ്ങളെ രാജ്യങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ നേരിടാനാവൂ എന്നത് വാസ്തവമുള്ള ഒരു കാര്യം തന്നെയാണ്. യുഎസിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരെല്ലാം ഒരു പാഠം പഠിപ്പിക്കും എന്നതാണല്ലോ ട്രംപിന്റെ നിലപാട്. ഇതിനെയൊക്കെ കണ്ടില്ലെന്ന മട്ടിൽ മുഖം തിരിച്ചു പോകുന്നത് ഭാവിയിൽ നമുക്ക് തന്നെ വലിയ തിരിച്ചടികളാവുകയും ചെയ്യും. ട്രംപിനെ പിണക്കണ്ട എന്ന് കരുതി പാലിക്കുന്ന നയതന്ത്ര മര്യാദകളും സംയമനങ്ങളും പക്ഷെ അദ്ദേഹം തിരിച്ചു കാണിക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഇത്രത്തോളം താഴേണ്ട കാര്യം എന്താണ് എന്ന ചോദ്യമാണ് പുതിൽ ഉയർന്നു വരുന്നത്. കുറഞ്ഞത് UN ചാർട്ടർ മാനിക്കണമെന്ന കാര്യം പോലും ഇന്ത്യ സൂചിപ്പിച്ചില്ല എന്നതും വലിയ വിവാദങ്ങൾക്കുള്ള കാരണമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെയും അന്താരാഷ്ട്ര നിയമത്തെയും ലംഘിക്കുന്ന ഏകപക്ഷീയമായ നടപടി എന്നാണ് പല രാജ്യങ്ങളും US കടന്നുകയറ്റത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം രാജ്യത്തിന്റെ കച്ചവട താല്പര്യങ്ങളും വ്യക്തിഗത നേട്ടങ്ങളും എന്നതിലപ്പുറം നോട്ടമൊന്നും ട്രംപിനില്ല. എല്ലാ രാഷ്ട്രത്തലവന്മാരുടെയും പൊതുവിലുള്ള രീതിയും ഇതുതന്നെയാണ്. പക്ഷെ അപ്പോഴും അമേരിക്ക അതിലൊക്കെ മീതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പിന്നെ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനായി നിശബ്ദത പാലിക്കേണ്ട കാര്യം നമുക്കുമില്ല. ഇന്ത്യയുടെ മുൻകാല പാരമ്പര്യം ഇത്തരത്തിലൊന്നും ആയിരുന്നുമില്ല. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മീതെയുള്ള കടന്നുകയറ്റങ്ങളെ അപലപിക്കുവാൻ മടി കാട്ടിയിട്ടുള്ള രാജ്യവുമല്ല ഇന്ത്യ. നിലവിൽ ചില താല്പര്യങ്ങളുടെ പേരിൽ മുഖം നോക്കിയുള്ള പ്രതികരണങ്ങൾ, മൗനം പാലിക്കൽ എന്നിവ അതിനാൽ തന്നെ ആണ് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള കാരണമായിട്ടുള്ളത്. നിലവിലെ ഇത്തരം മൗനങ്ങൾ ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങൾക്കുള്ള കാരണം കൂടിയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതിന് ഇതൊക്കെ കാരണമായേക്കാം എന്നും പല വിദഗ്ധരും കരുതുന്നുമുണ്ട്. ഇത്തരത്തിലെല്ലാം നിലപാടുകൾ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ദക്ഷിണേഷ്യയിലെ ശക്തമായ രാജ്യമെന്ന നമ്മുടെ അവകാശവാദത്തെ പോലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഉയർന്നു വന്നേക്കാം. ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ദുർബലമായെന്നും ഇത് ഇന്ത്യയുടെ പതിവ് ശൈലിക്ക് എതിരാണെന്നും അമേരിക്ക ഇത്രത്തോളം പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളതും.